ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഗല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. നമ്മുടെ ശ്രുതിയും കൂടി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുക. അപ്പോൾ ശ്രുതിയെ കിട്ടി ഞാൻ ശരിക്കും ഭാഗ്യവതിയാണെന്നൊക്കെ പറഞ്ഞാൽ ശ്രുതി തട്ടി വിടുക കേട്ടോ. അങ്ങനെ പരിസരം പോലും മറന്ന് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴേക്കും എല്ലാവരും കൈയടിച്ചു. വേഗം തന്നെ രണ്ടുപേരും പരിസരബോധത്തിലേക്ക് തിരിച്ചും വന്നു. അതിനുശേഷം സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വർഷയെയും ശ്രീകാന്തിനെയും വിളിച്ചു. അവരോട് രണ്ടുപേരോടും സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം തുടങ്ങി. നീയാണ് എൻ്റെ എല്ലാം, എൻ്റെ ജീവിതത്തിൽ നീ മാത്രമേ എനിക്കുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് ഭയങ്കര ലവബിളായിട്ട് സംസാരിക്കുകയാണ് വർഷയോട്. അപ്പോൾ എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും പേഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് നീ എന്നൊക്കെ ശ്രീകാന്ത് വർഷയോട് പറയണു. പിന്നെ നീ എന്നെ പ്രണയിച്ചു, വീട്ടുകാർ പോലും പറയുന്നത് കേൾക്കാതെ നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നതാണെന്നും അതുപോലെ നമ്മൾ കല്യാണം കഴിച്ചതാണെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറയും കേട്ടോ. അപ്പോൾ നീ ആർക്കു മുന്നിലും തോറ്റു പോകാറില്ല, പിന്നെ ന്യായമുള്ളവരുടെ ഭാഗത്ത് നീ നിൽക്കുകയും ചെയ്യുമെന്നൊക്കെ ശ്രീകാന്ത് പറയുക. സത്യത്തിന് മുന്നിൽ നീ അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. നിന്റെ സ്വഭാവത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടവും അത് തന്നെയാണെന്ന് ശ്രീകാന്ത് വർഷയോട് പറയണു. അതുപോലെ നീ വന്നതോടെ എൻ്റെ ലൈഫ് കൂടുതൽ സന്തോഷം നിറഞ്ഞതാവുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ സച്ചിക്കും രേവതിക്കും ഭയങ്കര സന്തോഷം, ഇവരുടെ ലൈഫിനെ പറ്റി ഇവർ തന്നെ പറയുന്നത് കേൾക്കുമ്പോൾ. അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു വന്നപ്പോഴത്തേക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വർഷയെ കിട്ടിയതുപോലെ എനിക്ക് 3 കുഞ്ഞുങ്ങൾ വേണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ ശ്രീകാന്ത് പറയും. ഇത് കേട്ടപ്പം ഞെട്ടിപ്പോയി വർഷം. അപ്പം 3 കുഞ്ഞുങ്ങൾ വേണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് പറയുമ്പോൾ വർഷ എന്ന് പറഞ്ഞിരിക്കാം. അതിന് വർഷ ഒക്കെ പറയുമെന്ന് എനിക്ക് വിശ്വാസമെന്ന് പറയുമ്പം ശ്രീകാന്തേ എന്നോട് ചോദിക്കാതെയാ നീ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത് എന്ന് വർഷ ശ്രീകാന്തിനോട് പറയുന്നു. അല്ല അത് പിന്നെ വർഷ ഞാൻ അപ്പോഴത്തേക്ക് എല്ലാവരും അന്തം വിട്ടിങ്ങനെ വരെ നോക്കുക. നാശിപ്പിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് സുധി അവിടെ ഇരിക്കാം. 3 കുട്ടികൾ വേണം അത്ര, അതൊന്നും നടക്കില്ല ശ്രീകാന്ത് എന്ന് വർഷ. ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് മുന്നേ എന്നോടൊന്ന് ചോദിക്കണ്ടേ എന്നും വർഷ ശ്രീകാന്തിനോട് പറയാം. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഒരു നാണക്കേട് പോലെ ശ്രീകാന്തിന്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ചെവിയിൽ പറയുന്നുണ്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ. അപ്പോൾ രേവതി ഇവർ രണ്ടുപേരും ഇവിടുന്ന് തന്നെ വഴക്കുണ്ടാക്കുവാണോ എന്ന് സച്ചി രേവതിയോട് ചോദിച്ചു. അന്നേരം എന്താ ഈ വർഷം ഇങ്ങനെയൊക്കെ പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇരിക്കാം. അപ്പോൾ ശ്രീകാന്ത് എന്തിന് ഇതൊക്കെ ഇവിടെ വെച്ച് ചോദിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയാം. നീ ടെൻഷൻ ആവുമൊന്നും വേണ്ട, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നും ഇല്ലാന്നും പിന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെ നീ. എന്നാലും 3 കുട്ടികൾ വേണമെന്നുള്ള നിന്റെ തീരുമാനത്തോട് ഞാൻ യോജിക്കില്ല എന്നൊക്കെ വർഷം ഇങ്ങനെ പറഞ്ഞു. എനിക്ക് ഓക്കെ പറയാൻ കഴിയില്ല ശ്രീകാന്തേ എന്നൊക്കെ വർഷം ഇങ്ങനെ അവിടെ ഇരുന്ന് പറയും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് ഇവരെ നോക്കുന്നത്. ഇവർ രണ്ടുപേരും ഇങ്ങനെ ശരിക്കും വീട്ടിലിരുന്ന് സംസാരിക്കുന്നു അല്ല സംസാരിക്കുന്നു. ആ കൂട്ടത്തിൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ, തെറ്റിദ്ധരിക്കല്ലേ, ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ആർഗ്യുമെൻ്റ് ആണെന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ വർഷ പറഞ്ഞു. അപ്പോൾ ഓക്കെ താങ്ക് യു ഒക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തും ഒക്കെ ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് തന്നെ ഓരോരുത്തരായിട്ട് വേറെ കപ്പിൾസ് വന്നു. അങ്ങനെ അവരും അവരുടേതായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ സച്ചിയെയും രേവതിയെയും വിളിപ്പിച്ചു. അവരോട് രണ്ടുപേരോടും വന്നിരുന്ന് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും വന്ന് പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുക. അപ്പോൾ സച്ചിയും രേവതി തന്നെ നോക്കിയിരിക്കുക. അപ്പോൾ സംസാരിക്കുക സച്ചേട്ടാന്ന് പറഞ്ഞു രേവതി. എന്തിനാ എൻ്റെ കണ്ണിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ എന്ന് രേവതി ചോദിക്കുമ്പോൾ എന്താ അതിലെല്ലാം കാണുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകളിൽ കാണുന്നുണ്ടെന്ന് സച്ചി പറയാം. നമ്മുടെ സ്വപ്നം ഞാൻ കാണുന്നുണ്ടെന്ന് സച്ചി ഇങ്ങനെ പറഞ്ഞു. ഇവരുടെ സ്വപ്നം എന്താ, നമ്മൾ കെട്ടാൻ പോകുന്ന മുറിയുടെ കാര്യങ്ങൾ പറഞ്ഞു. പറ എൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ നീ എന്താ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചേട്ടൻ്റെ കണ്ണുകളിൽ ഞാൻ എന്നെ തന്നെ കാണുന്നുണ്ടെന്ന് രേവതി അവിടെ ഇരുന്ന് പറയുക കേട്ടോ. പിന്നെ എങ്ങനെ കാണാതിരിക്കും, എന്നിൽ മുഴുവനും നീയല്ലേ എന്ന് സച്ചി ഇങ്ങനെ ചോദിക്കുക. ഞാനായത് നീ കാരണമല്ലേ എന്ന് സച്ചി രേവതിയോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഓരോ പോയിന്റ്സും അവരവിടെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതിയോട് ഇവരെന്തായിരുന്നു ഈ കാണിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് പറയൂ കേട്ടോ. അപ്പം മതി നിങ്ങൾ നോക്കിയത് കേട്ടോ, കാര്യം പറയാൻ പറഞ്ഞു. അവതാരിക ഞാൻ ആദ്യമായിട്ട് സച്ചേട്ടനെ കാണുമ്പോൾ സച്ചേട്ടൻ ഒരാളെ തല്ലുകയായിരുന്നു. അപ്പം ഞാൻ കരുതിയത് സച്ചേട്ടൻ ഒരു റൗഡിയാണെന്നുള്ള കാര്യം രേവതി പറയൂ കേട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കുക. ഞാൻ സച്ചേട്ടൻ്റെ ഭാര്യയാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതും അല്ലെന്ന കാര്യവും രേവതി ഇങ്ങനെ പറയണു. പക്ഷേ സച്ചേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് രേവതി പറയുക. തുടക്കത്തിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൂടെ എങ്ങനെ ജീവിക്കുമെന്നുള്ളൊരു ഭയമായിരുന്നു എനിക്കെന്ന് പറഞ്ഞ് രേവതി അന്നുണ്ടായ സംഭവങ്ങളൊക്കെ പറയുക. പിന്നെ ഈ ഒരു വർഷം കൊണ്ട് ഞാൻ എൻ്റെ സച്ചേട്ടനെ പഠിക്കുകയായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ എൻ്റെ സച്ചേട്ടൻ്റെ കൂടെ അല്ലാതെ മറ്റാരുടെയും കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത്. അങ്ങനെ നമ്മുടെ രേവതി എല്ലാം തുറന്ന് അവിടെ ഇരുന്ന് സംസാരിക്കുന്നു.
എൻ്റെ സച്ചേട്ടൻ ന്യായമല്ലാത്തത് എന്ത് കണ്ടാലും അവിടെ പ്രതികരിക്കും. ആരുടെയും മുഖം നോക്കാറില്ല. അല്ലാതെ ആരുടെ ദേഹത്തും കൈവെക്കില്ല എൻ്റെ സച്ചേട്ടൻ. ന്യായമുള്ളിടത്ത് മാത്രമേ എൻ്റെ സച്ചേട്ടൻ പ്രതികരിക്കാറുള്ളൂ. എല്ലാ കാര്യവും രേവതി ഇങ്ങനെ പറയുക. കല്യാണ മണ്ഡപത്തിൽ വെച്ച് സച്ചേട്ടൻ എൻ്റെ കൈ പിടിച്ചപ്പോഴേ എനിക്ക് ഭയമായിരുന്നു എന്നൊക്കെ രേവതി ഇങ്ങനെ പറയുക. അങ്ങനെ നടന്നതെല്ലാം രേവതി പറയുന്നു. ഇപ്പം എനിക്ക് ഈ കൈകളിൽ, അല്ലെങ്കിൽ ഈ സച്ചേട്ടൻ്റെ ഈ കൈകൾ എൻ്റെ കൂടെ ഇല്ലെങ്കിലാണ് എനിക്ക് ഭയം എന്നൊക്കെ രേവതി ഇരുന്ന് പറയുക കേട്ടോ. എൻ്റെ ഭർത്താവിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്നേഹവും കരുതലും ഒക്കെ കാണുന്നുണ്ടെന്ന് രേവതി പറയുവാണ്. അച്ഛൻ എന്നെ നോക്കുന്നത് പോലെയാണ് സച്ചേട്ടൻ എന്നെ നോക്കുന്നതെന്നും രേവതി അവിടെ ഇരുന്ന് പറയുവാണ്. സച്ചേട്ടൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ അമ്മയെയും കാണുന്നുണ്ട്, എൻ്റെ സഹോദരങ്ങളെ കാണുന്നുണ്ട്, എൻ്റെ ഭർത്താവിനെ കാണുന്നുണ്ട്, അങ്ങനെ എല്ലാം പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ സച്ചയുടെ കണ്ണ് നിറഞ്ഞു കേട്ടോ. പറഞ്ഞ് നമ്മുടെ രേവതി കരഞ്ഞു. അപ്പോഴത്തേക്ക് അവിടെ കയ്യോടി ഭയങ്കരമായിട്ട് കൈ അടിക്കുക എല്ലാവരും. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒന്നും ഇവർക്ക് കിട്ടാൻ പോകുന്നില്ല. ഇതോടുകൂടി രണ്ടുപേരും ഔട്ടായിക്കോളും. രണ്ടുപേർക്ക് ആടി കൂടുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ഇവർ കൊടുത്ത് വിടുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ പോയിരുന്നു. അത് കഴിഞ്ഞപ്പം അങ്ങനെ നമ്മുടെ 2ാം റൗണ്ടും കഴിഞ്ഞിരിക്കുകയാണെന്ന് അവതാരിക പറഞ്ഞു. പിന്നെ 3rd റൗണ്ടാണ് വരാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ 3rd റൗണ്ടിലേക്ക് ഓരോരുത്തരോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമെന്നും ആ ചോദ്യങ്ങൾക്കുള്ള ആൻസർ കൊടുക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ഇവരുടെ ചിലവ് വരവ് കണക്കുകളെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം അത് വർഷയോട് ചോദിച്ചു. അപ്പോൾ വർഷം പറഞ്ഞു, എനിക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് ഞാൻ എൻ്റെ ചിലവുകൾ നടത്തും, ശ്രീകാന്തിന് കിട്ടുന്നതിൽ നിന്ന് ശ്രീകാന്തിൻ്റെ ചിലവുകൾ നടത്തുമെന്ന് പറഞ്ഞു. വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും ഷെയർ ഇട്ടൊരു തുക കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു വർഷ. അപ്പോഴത്തേക്കും നമ്മുടെ സുധി മൈക്ക് വന്നെന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പറിച്ചങ്ങ് മേടിച്ചിട്ട്, സർ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ചോദ്യം തന്നെ തെറ്റാണെന്നും സുധി പറയുക. അന്നേരം എന്നും പറഞ്ഞുകൊണ്ട് ഈ ജഡ്ജസൊക്കെ നോക്കുക. അപ്പോൾ എന്താണ് ചോദിക്കേണ്ടത് ചോദിക്കേണ്ടാത്തതെന്ന് നീയാണ് തീരുമാനിക്കുന്നതെന്ന് സച്ചി അന്നേരം സുധിയോട് ചോദിച്ചു. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഒരു പേപ്പർ എടുത്തേ ചോദിക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുക്കുക, അവർ ചോദിക്കേണ്ടതാണെന്ന് സച്ചി പറയുമ്പോൾ ചുമ്മാ ആയിരിക്കും സച്ചി ചേട്ടാ അന്ന് രേവതി. പിന്നെ അല്ലാണ്ട് ഇവൻ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇരിക്കുമ്പം, സർ ഇങ്ങനെ ഒരാളുടെ ഇൻകത്തെ പറ്റി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് സുധി പറയുക. ഞാനൊരു ബിസിനസ് മാൻ ആണെന്നും പറഞ്ഞ് എഴുന്നേറ്റ് അങ്ങ് നിൽക്കുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കേട്ടാന്ന് പറഞ്ഞ് ശ്രീകാന്ത് പിടിച്ചങ്ങ് ഇരുത്തി. എൻ്റെ ഇൻകം എൻ്റെ സീക്രട്ട് ആണെന്നും പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ് എന്നൊക്കെ പറഞ്ഞു സുധി വലിയ ഷോ കാണിക്കുക. അല്ലെങ്കിലും ഒരാണിനോട് ഇൻകത്തെ പറ്റി ഒന്നും ചോദിക്കാൻ പാടില്ല, അതുപോലെ ഒരു പെണ്ണിനോട് വയസ്സിനെ കുറിച്ചും ചോദിക്കാൻ പാടില്ല. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചോദിച്ചാൽ നിങ്ങൾ പറയില്ലേ എന്ന് നേരത്തേക്ക് ജഡ്ജി ചോദിച്ചു. അന്നേരത്തേക്കും ശ്രുതി തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് അത് പിന്നെ സുധി വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല സർ, ഒരു ബിസിനസ് അല്ലേ സുധി, അതുകൊണ്ടാണ്. അപ്പോൾ എക്സാക്ട്ലി ഇവർ കറക്റ്റ് എന്നൊക്കെ പറഞ്ഞ് സുധി ഇരിക്കുന്നു. അപ്പോൾ വലിയ ബിസിനസ്മാനാണെന്ന് സച്ചി പറയുമ്പോൾ സച്ചിട്ട് ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു ശ്രീകാന്ത്. സച്ചിക്ക് ഇതൊക്കെ കേട്ടിട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട്. അപ്പോഴത്തേക്കും സുധി പിന്നെ മൈക്ക് തട്ടിപ്പറിച്ചു. സർ പ്ലീസ് ചേഞ്ച് ആൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി ചോദ്യം മാറ്റാനൊന്നും കഴിയില്ല, നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങളത് പറയണ്ടെന്ന് പറഞ്ഞു ആ മേഡം. അല്ല ഇതൊക്കെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളല്ലേ, അപ്പോൾ ബെസ്റ്റ് കപ്പിൾസിനെ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് അറിയണം എന്നും അദ്ദേഹം പറയുക. അപ്പം സർ ഞാൻ ഇപ്പോഴാണ് ബിസിനസ് ആരംഭിച്ചിട്ടുള്ളത്, ഇപ്പോഴുള്ള എൻ്റെ മന്ത്ലി ഇൻകം എന്നൊക്കെ പറയുന്നത് അതൊരു 1000s എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ തോന്നി കോടികളുടെ ബിസിനസ്സാണ് ഇദ്ദേഹം ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് ജഡ്ജസ് സുധിയെ അവിടെ ഇട്ട് നാറ്റിച്ചു. അപ്പോൾ അല്ല ഞാൻ പെട്ടെന്ന് ലാക്സിലേക്ക് ക്രോസിലും ഒക്കെ ബിസിനസ് ചെയ്യും എന്നൊക്കെ പറയാം. ഏതായാലും സച്ചിയും രേവതിയും അവിടുന്ന് പുറത്താകുന്നത് നോക്കി കാത്തിരുന്ന് ജഡ്ജസിൻ്റെ വായിലിരിക്കുന്നത് മുഴുവനും കേട്ട് സുധിയും നാണം കെട്ട് നാറിപ്പുഴുത്ത് അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം എൻ്റെ തലയ്ക്കകത്ത് അതിന് മാത്രം ഐഡിയാസും കാര്യങ്ങളൊക്കെയാണ് സാർ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് ഇറക്കുമ്പോൾ മിസ്റ്റർ സുധീന്ദ്രൻ ഇതൊരു ബിസിനസ് പ്രൊപ്പോസൽ മീറ്റിംഗ് ഒന്നും അല്ല കേട്ടോ എന്നിങ്ങനെ പറയുന്നു അദ്ദേഹം. അല്ല സാർ എൻ്റെ വൈഫിൻ്റെ വരുമാനം എത്രയാണെന്ന് പോലും എനിക്ക് അറിയില്ല സാർ എന്ന് ശ്രുതി അന്നേരം പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു ശ്രുതി ഫോൺ മേടിച്ചു. ബ്യൂട്ടി പാർലർ ആയതുകൊണ്ട് കൃത്യമായിട്ടൊരു വരുമാനം പറയാൻ പറ്റില്ല എന്നും ഓരോ മാസവും വരുമാനം കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആവറേജ് ഒരു മാസം ഒരു 50,000 വരുമാനം കണക്കാക്കാം എന്ന് ശ്രുതി പറയുക. അപ്പോൾ അങ്ങനെ എല്ലാവരും കണക്കും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഹസ്ബൻഡിന് എത്ര വരുമാനം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല, വീട്ടു ചെലവിന് ഞങ്ങൾ രണ്ടുപേരും ഷെയർ കൊടുക്കാറും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ മാസം ഒരു 25,000 രൂപ എൻ്റെ വ്യക്തിപരമായ ചെലവിന് ഞാൻ മാറ്റി വയ്ക്കാറുണ്ട്. ഇത്രയൊക്കെ ചിലവാക്കുമല്ലേ എന്നാൽ മേഡം അന്നേരം ചോദിച്ചു, നിങ്ങൾ ഇത്രയും കാശ് ചിലവാക്കുന്നതിനെ പറ്റി നിങ്ങളുടെ ഹസ്ബൻഡിന് അറിയാമോ എന്ന് ചോദിക്കുമ്പം മേഡം എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല, ഞാൻ അതൊന്നും ചോദിക്കാറ് പോലും ഇല്ല, അതൊക്കെ ശ്രുതിയുടെ ഫ്രീഡമാ എന്ന് ശ്രുതിയുടെ വക ഒരു ഡയലോഗ്. അപ്പോൾ എനിക്ക് മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിക്കണം, പിന്നെ എൻ്റെ അമ്മായിമ്മയ്ക്ക് ഞാൻ പേഴ്സണലായി ചിലവിന് കൊടുക്കണം, പിന്നെ ഞങ്ങളുടെ ഡ്രസ്സ്, കസ്റ്റമേഴ്സിന് കോംപ്ലിമെൻറ്റ് ഗിഫ്റ്റ്സ്, അങ്ങനെയൊക്കെയാണ് ഞാൻ കാശ് ചിലവാക്കുന്നത് എന്നൊക്കെ ശ്രുതി പറഞ്ഞു. പിന്നെ കൂടാതെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന് കാശ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിനൊന്ന് എല്ലാം ശ്രുതി ചോദിച്ചു. പറഞ്ഞു എല്ലാം കയ്യിൽ നിന്ന് അങ്ങ് പോയി. അപ്പോൾ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുക, ബ്ലാക്ക് മെയിലോ
ഇന്ന് ശ്രുതി എല്ലാവരും ശ്രുതിയോട് ചോദിക്കാം, സച്ചി എന്നറിയാം ബ്ലാക്ക് മെയിലോ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ കയ്യിൽ നിന്ന് പോയി, ഉദ്ദേശിച്ചത് വേറെയാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുക. ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന് കാശോ എന്ന് ചോദിക്കുമ്പം അങ്ങനെയല്ല, ചിലരൊക്കെ അവരുടെ പ്രാരാബ്ദം പറഞ്ഞ് എന്നോട് കാശ് വാങ്ങിയേക്കേ, അതൊരു കണക്കിന് പറഞ്ഞാൽ അതൊരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചേ എന്ന് ശ്രുതി പറയുമ്പോൾ എന്നും പറഞ്ഞിട്ടും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഒന്നും കറക്റ്റ് ആവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സച്ചി അവിടെ ഇരിക്കുക. അപ്പോൾ നെക്സ്റ്റ് കണ്ടസ്റ്റൻറ്റ് സച്ചിയും രേവതിയാണെന്ന് പറഞ്ഞു. പിന്നെ ഇവരോടായി ചോദിക്കും. അപ്പോൾ അവർക്കങ്ങ് ഒരു കുന്തയിലൊക്കെ കൂടി പോയി എത്ര രൂപ കാണും, നമ്മൾ രണ്ടുപേരും ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് പറയാം അതെ എന്ന് പറഞ്ഞു ശ്രുതി അവിടെ ഇരിക്കുന്നു. അതിനുശേഷം സച്ചിയോടും രേവതിയോടും ചോദിക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന പൈസ, അതായത് സച്ചിക്ക് കിട്ടുന്ന പൈസ എത്രയാണോ അത് എന്തിനൊക്കെ ചിലവാക്കും, എങ്ങനെയൊക്കെ ചിലവാക്കും, ഓരോ പൈസയും ഓരോ തുട്ടുകളും എണ്ണി തിട്ടപ്പെടുത്തി കൃത്യം കണക്കുകളാക്കി മാസവരുമാനത്തിൽ നിന്ന് ചിലവാകുന്ന പൈസയും മിച്ചം വയ്ക്കുന്ന പൈസയും ആ പൈസ ഇവർക്ക് മുറി കെട്ടാൻ വേണ്ടിയിട്ട് ഇവർ ആ കുണ്ടികയിലിടുന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നമ്മുടെ രേവതിക്ക് കിട്ടുന്ന പൈസ അതേപോലെ തന്നെ ഇത്ര പൈസ ഇത്ര ഇതിൽ കിട്ടും. അതുപോലെ രേവതി പലിശ കൊടുക്കുന്നത്, അനിയനെയും പഠിപ്പിക്കാൻ ചിലവാക്കിയത്, വീട്ടിൽ ചിലവിന് കൊടുക്കുന്നത്, അങ്ങനെ രേവതി എന്തിനൊക്കെ പൈസ ചിലവാക്കുന്നു അതെല്ലാം കൃത്യം ഒരു പൈസ പോലും വിട്ടുപോകാതെ അതെല്ലാം കണക്ക് കൂട്ടി എണ്ണി തിട്ടപ്പെടുത്തി കൃത്യമായിട്ട് പറഞ്ഞ് ബാക്കി വരുന്ന പൈസ മുറി കെട്ടാനായിട്ട് ഇവർ കുണ്ടികയിലിടുന്ന കാര്യം സച്ചിയും പറഞ്ഞു. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കുമുള്ള ആ ഒരു ഭയങ്കര ഫിനാൻഷ്യൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ആ മണി മാനേജ്മെൻറ്റ് ഇവർക്ക് രണ്ടുപേർക്കും വളരെ ക്ലിയർ ആയിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്ക് അവിടെ ഇരുന്ന ജഡ്ജസിന് മനസ്സിലായി. അപ്പോൾ ഇവരിതെല്ലാം, അതായത് സച്ചിക്ക് മാസം ഒരു 40,000 രൂപ കിട്ടും, രേവതിക്ക് ഇത്ര തുക കിട്ടും എന്ന് ഇവർ പറയുന്ന സമയത്ത് ഇവരെ രണ്ടുപേരെയും പുച്ഛിച്ചും പരിഹസിച്ചും അവിടെ ഇരുന്ന് ശ്രുതിയും കൂടെ കളിയാക്കുക. നക്കാപ്പിച്ചയുടെ കണക്കിരുന്ന് പറയുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. ഇവരിതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ഹോള് ഒരു സെക്കൻഡ് നേരത്തേക്ക് സൈലൻ്റ് ആയി. അപ്പോഴത്തേക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷം. ഇവർ പൊട്ടി എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുക. പക്ഷെ അടുത്ത സെക്കൻഡിൽ കയ്യടി എന്ന് പറഞ്ഞാൽ ഒരു 1.5 കയ്യടിയായിരുന്നു. അപ്പോഴേക്കും രേവതിക്കും സച്ചിക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ജീവിക്കുന്നവരാണെന്ന് അവിടെ ഇരുന്ന ഓരോ വ്യക്തികൾക്കും മനസ്സിലായി. അങ്ങനെ അവർ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും കൃത്യം പറയാം. ഒരു 10 പൈസ, 1 രൂപ ഒരു മിഠായി മേടിക്കാൻ വാങ്ങിച്ചാൽ പോലും അതുവരെ സച്ചിയും രേവതിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അങ്ങനെ സച്ചിയും രേവതി ഇതെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര അഭിമാനം ഇവരെ പറ്റി ആലോചിച്ച്. അങ്ങനെ എല്ലാ കാര്യങ്ങളും രേവതിയും സച്ചിയും പറഞ്ഞു. അപ്പോൾ ഇത് ജഡ്ജസിനും ഭയങ്കര സന്തോഷമായിട്ടോ ഇവരുടെ ഈ കണക്കും കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ. ആരും പ്രതീക്ഷിച്ചില്ലല്ലോ ഇവരിങ്ങനെയൊക്കെ പറയുന്നത്. അതിനുശേഷം പിന്നെ അടുത്ത ആൾക്കാർ വന്നു. അവരോട് കൃത്യം കാര്യങ്ങളെല്ലാം ചോദിച്ചു. അവരുമായിട്ട് എല്ലാ കാര്യങ്ങളും അവരുടേതായ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഓക്കെ ആക്കി. അത് കഴിഞ്ഞിട്ട് ആ ടാസ്ക് അവസാനിച്ച് അടുത്ത ടാസ്കിലേക്ക്, അതായത് ഹസ്ബൻഡ്സ് അവരെ മാത്രം സ്റ്റേജിലേക്ക് വിളിക്കുക. അപ്പോൾ അവരെ മാത്രം സ്റ്റേജിലേക്ക് വിളിച്ചു. അവരെല്ലാവരും വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് അടുത്ത ചോദ്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജഡ്ജ് സ്വന്തം ഭാര്യയും അമ്മയും ആപത്തിൽപ്പെട്ടൊരു സ്ഥലത്ത് പെട്ടുപോയിരിക്കുന്നു. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരാളെ രക്ഷിക്കാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളതിൽ ആരെ രക്ഷിക്കും? അത് നിങ്ങൾ സ്കൂട്ടറിലാണ് പോകുന്നത് ആ ആപത്ത് ഘട്ടത്തിലൂടെ. അപ്പോൾ നിങ്ങൾ ഭാര്യയെ രക്ഷിക്കുമോ അതോ അമ്മയെ രക്ഷിക്കുമോ എന്ന് ചോദിച്ചു കേട്ടോ ആ ജഡ്ജ്. അപ്പോൾ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കും. അതിനാരുടെ ഉത്തരം പറയും, എങ്ങനെ ഉത്തരം പറയും? അപ്പോൾ സച്ചിക്ക് ഭയങ്കര ടെൻഷനായി. സച്ചി ഭയങ്കര ഇതോടുകൂടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഓരോരുത്തരോടായിട്ട് ചോദിക്കുമ്പോൾ എല്ലാവരും എൻ്റെ ഭാര്യയെ കൂട്ടേ ഞാൻ പോവുള്ളൂ, എൻ്റെ ഭാര്യയെ ഞാൻ രക്ഷിക്കുകയുള്ളൂ, ഇതെല്ലാം പറയുക. അതിലൊരാൾ മാത്രം അമ്മയുടെ കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ ശ്രീകാന്തിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും ശ്രീകാന്ത് ചോദിച്ചു 2 പേരെ പറയാൻ പറ്റില്ല അല്ലേ? ഇല്ല, ഒരാളെ പറയാൻ പറ്റുള്ളൂ എന്ന് ജഡ്ജ് പറഞ്ഞു. അപ്പോൾ ആ ഒരാൾ ആരാണെന്ന് പറയുമ്പോഴത്തേക്കും വർഷ അവിടെ ഇരുന്ന് ചാടി കയറി പറഞ്ഞു, ശ്രീകാന്തേ നീ എന്നെ രക്ഷിക്കുമെന്ന് പറ, അമ്മയെ അച്ഛൻ വന്ന് രക്ഷിച്ചോളും, അത് നീ പറ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ അവിടെ ഇരുന്ന് പറയുമ്പോൾ അതെ ഞാൻ എൻ്റെ ഭാര്യയെ രക്ഷിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഈ മൈക്ക് നേരെ സുധിയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ സുധിയോട് ചോദിച്ചപ്പോൾ സുധി പറയുവാണ്, ഞാൻ എൻ്റെ ഭാര്യയെ രക്ഷിക്കുകയുള്ളൂ. കാരണം ഞാനും എൻ്റെ ഭാര്യയും എപ്പോഴും സന്തോഷമായിട്ടും സുഖമായിട്ടും ജീവിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ എൻ്റെ അമ്മ എന്നെ ഒന്നും പറയില്ല, ഞാൻ എൻ്റെ ഭാര്യയെ രക്ഷിക്കുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ മൈക്ക് നമ്മുടെ സച്ചിയുടെ കൈകളിലേക്ക് വരുവാണ്. അപ്പോൾ സച്ചിയുടെ കൈകളിലേക്ക് വന്നപ്പോഴത്തേക്കും സച്ചിയോട് പറയാൻ പറഞ്ഞു. അപ്പോൾ സച്ചി ഇങ്ങനെ മൈക്കും മേടിച്ച് പിടിച്ച് രേവതിയെ ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് അന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. സച്ചി ഇനി ആരുടെ പേര് എങ്ങനെയൊക്കെ
എങ്ങനെയൊക്കെ പറയും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.